നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഇറാന് വേണ്ടി നിലപാടെടുത്തിരിക്കുകയാണ് ഒമാൻ. ഇറാനെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ ഒമാൻ പറഞ്ഞു വയ്ക്കുന്നത്. മറ്റൊരു വാർത്ത, അമേരിക്കൻ സമ്മതം ഒന്നും തന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിൻ്റെ തന്നെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അതുപോലെ തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ ഇറാൻ്റെ തന്നെ ആറ്റോമിക് എനർജി ഓർഗനൈസേഷൻ സന്ദർശിച്ചിരിക്കുകയാണ്. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് അത് ബഹ്റൈനിൽ നടന്നിട്ടുള്ള മനാമ ഡയലോഗ്സ് എന്ന് പറയുന്ന ഒരു സമ്മേളനത്തിൽ ഒമാൻ്റെ വിദേശകാര്യ മന്ത്രി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യത്തോടെ ഇപ്പോൾ പല വിദേശ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും ഒരു വിദേശകാര്യ മന്ത്രി, സ്പെഷ്യലി മിഡിൽ ഈസ്റ്റിലുള്ള ഒരു വിദേശകാര്യ മന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു പ്രതിനിധിക്കോ ഇത്ര ഓപ്പണായിട്ട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു കെൽപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ധൈര്യം അത് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ചില രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങൾ ഇപ്പോഴും അമേരിക്ക അതുപോലെ തന്നെ ഇസ്രയേലുമായിട്ട് നല്ല രീതിയിലുള്ള അടുപ്പം സൂക്ഷിക്കുന്ന രാജ്യങ്ങളായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു നീക്കം അത്തരം രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല. എന്നാൽ ഒമാൻ്റെ ഭാഗത്ത് നിന്നിപ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഉണ്ടായിരിക്കുന്നത്. ഒമാൻ്റെ വിദേശകാര്യ മന്ത്രി പറയുന്നത് ഇറാനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താനോ അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇറാനെ ഒറ്റപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഗൾഫ് മേഖല മൊത്തം തന്നെ അസ്ഥിരതയിലേക്ക് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇസ്രയേൽ ഇറാനിലേക്ക് നടത്തിയ വ്യോമാക്രമണം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നൊരു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇനി പറയുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഇറാൻ, ഇറാഖ് അതുപോലെ തന്നെ യമൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് ഗൾഫ് രാജ്യങ്ങൾ ഒരു പുതിയ സുരക്ഷാ കൂട്ടായ്മ ഉണ്ടാക്കണം എന്നൊരു അഭിപ്രായവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സാധാരണ ഗൾഫ് രാജ്യങ്ങൾ ഇത്ര കാര്യമായിട്ടൊന്നും അങ്ങ് തുറന്നു പറയാറില്ല. എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തനാണ് ഇപ്പോൾ ഒമാൻ്റെ വിദേശകാര്യമന്ത്രി. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് അതിൽ ഇറാനെയും നിശ്ചയമായിട്ടും ഉൾപ്പെടുത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഗൾഫ് രാഷ്ട്രീയത്തിലെ തന്നെ ഒരു വലിയ മാറ്റത്തിനുള്ള ഒരു സൂചനയാണ് ഇത് എന്ന രീതിയിലും വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അതായത് ഒരു പൊതുവേദിയിലാണ് അമേരിക്ക ഇസ്രയേൽ കൂട്ടുകെട്ടിനെതിരെ ഒമാൻ പോലെയുള്ള ഒരു രാജ്യം നിലപാടെടുക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യമല്ല. സ്പെഷ്യലി ബാക്കി രാജ്യങ്ങളെല്ലാം മിണ്ടാതെ നിൽക്കുന്ന സമയത്ത്, പല കാര്യങ്ങളിലും മിണ്ടാതിരിക്കുന്ന സമയത്ത് ഒമാൻ പോലെയുള്ള ഒരു രാജ്യം, നമുക്കറിയാം ഒമാൻ അത്ര കണ്ട് വലിയ സൈനിക ശക്തിയോ അങ്ങനെയൊന്നുമല്ല, എങ്കിൽ കൂടിയും അവർ നിലപാട് പറയുന്നുണ്ട്. അത് ഒരിക്കലും ഒരു ചെറിയ കാര്യമായി കാണാൻ സാധിക്കില്ല. എന്നാൽ ഇറാനെ പിന്തുണയ്ക്കുന്ന ഒമാൻ്റെ നിലപാടിനെതിരെ ഇതുവരെ ഇസ്രയേലോ അതുപോലെ തന്നെ അമേരിക്കയോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ റിപ്പോർട്ടുകൾ പറയുന്നത് ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയും ഒമാൻ്റെ നിലപാടുകളിൽ അസ്വസ്ഥരാണ് എന്നാണ്. അതിനിടെ ബെഞ്ചമിൻ നെതന്യാഹു ആഴ്ചതോറുമുള്ള ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം പത്രപ്രവർത്തകരെ കണ്ടിരിക്കുകയാണ്. നെതന്യാഹു പറയുന്നത് റഫേൽ നിന്നും അതുപോലെ തന്നെ ഖാൻ യൂനിസിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഈ ഒരു രണ്ട് വർഷമായിട്ട് നടക്കാത്തൊരു കാര്യം ഇനി എങ്ങനെ നടത്തുമെന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. മാധ്യമങ്ങളെ കണ്ടപ്പോൾ എന്തെങ്കിലും പറയണമല്ലോ എന്ന് കരുതി പറഞ്ഞതാകാനാണ് സാധ്യത കൂടുതൽ. എന്നാൽ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം അത് കഴിഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇസ്രയേലിന് തങ്ങളുടെ സൈനിക നീക്കത്തിന് അമേരിക്കയുടെ സമ്മതം ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇത്രയും വർഷം എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളുമെല്ലാം തന്നെ നോക്കിയിരുന്ന അമേരിക്കയെക്കുറിച്ചാണ് ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. തീർച്ചയായിട്ടും ഇത് അമേരിക്കയ്ക്ക് ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അമേരിക്ക ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരു പ്രസ്താവന വന്നു എന്ന് കരുതി അമേരിക്ക ഇസ്രയേലിനുള്ള സപ്പോർട്ട് ഒന്നും തന്നെ നിർത്തുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും നിർത്തില്ല. ഇതിപ്പോൾ ആര് ഭരിച്ചാലും ശരി, ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ട്രംപിന് മുമ്പുള്ള ജോ ബൈഡൻ ആയാലും ശരി, ഇപ്പോഴുള്ള ട്രംപ് ആയാലും ശരി, അതായത് റിപ്പബ്ലിക് പാർട്ടി നേതാവായിട്ടുള്ള ട്രംപ് ആയാലും ശരി, ഇസ്രയേലിനുള്ള സപ്പോർട്ട് അത് തുടർന്നുകൊണ്ട് തന്നെ പോകും എന്നൊരു കാര്യം നമുക്കെല്ലാം തന്നെ അറിയാവുന്നൊരു കാര്യമാണ്. അതായത് ഏതൊരു സാഹചര്യം ഉണ്ടായാലും ഇസ്രയേലിന് സഹായവുമായിട്ട് അമേരിക്ക എപ്പോഴും
അവിടെ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ നെതന്യാഹുവിൻ്റെ ഇത്തരം പ്രസ്താവനയിൽ അമേരിക്ക അതൃപ്തരാണ് എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അൽ ജസീറയാണ് ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിനിടെ മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഇറാനിൽ നിന്നാണ് വരുന്നത്. ഇറാൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മസൂദ് പെഷസ്കിയൻ ഇപ്പോൾ ഇറാനിലെ ആറ്റോമിക് എനർജി ഓർഗനൈസേഷൻ സന്ദർശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മാസങ്ങൾക്ക് മുമ്പാണ് ഇസ്രയേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു സന്ദർശനം പെഷസ്കിയൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ആക്രമണങ്ങൾ കൊണ്ട് തങ്ങളെ തകർക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. ആണവ പദ്ധതികൾ കൂടുതൽ ശക്തമായി നടപ്പിലാക്കുമെന്നൊരു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. തങ്ങളുടെ ശാസ്ത്ര പുരോഗതിയെ തടയാനായി ആർക്കും കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു പ്രസ്താവന ഇറാനിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ഇറാനിലെ ജനങ്ങളിൽ നിന്ന് ഈ ഒരു പ്രസ്താവനയ്ക്ക് കിട്ടിയത്. എന്നാൽ പാശ്ചാത്യ ലോകം ഇതിനെ ഒരു വെല്ലുവിളിയായിട്ട് കാണുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ടൈംസ് ഓഫ് ഇസ്രയേലാണ് ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.